പ്രൈസ് ദി ലോർഡ്. നല്ലൊരു പ്രഭാതം കർത്താവ് നമുക്ക് വീണ്ടും ദാനമായി തന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ പ്രഭാത ചിന്തയ്ക്കായി തിരുവചനത്തിൽ നിന്നും ഒരു വേദഭാഗം വായിക്കാം. യെശയ്യാ പ്രവചനം 54 അധ്യായം 17 വാക്യം. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരായുധവും ഫലിക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം. നൽകപ്പെട്ട പ്രത്യാശയുള്ള വാഗ്ദത്തത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു കാലത്ത് ഇസ്രായേൽ ജനത്തിന് വേണ്ടി മാത്രം കൊടുത്തതായ ഒരു വാഗ്ദത്തമാണിത്. നമുക്ക് യാതൊരു ബന്ധവും ഈ വാഗ്ദത്തവുമായിട്ടുണ്ടായിരുന്നില്ല. ഇസ്രായേൽ ജനം ഈ വചനം വായിച്ച് ആത്മവീര്യം കൊള്ളുന്നതും ധൈര്യം സമ്പാദിക്കുന്നതും ദൈവജനം എന്നുള്ളതായ രീതിയിൽ അവരെ സ്വയം അഭിമാനിക്കുന്നതുമൊക്കെ ജാതികൾ ദൂരെ മാറി നിന്ന് കണ്ട് അവർ സങ്കടപ്പെടുകയും ഭയപ്പെടുകയും ചെയ്തിരുന്നതായ ഒരു കാലയളവുണ്ടായിരുന്നു. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നപ്പോൾ ജാതികളും ഇസ്രായേലും എന്നുള്ളതായ രണ്ട് ഭാഗങ്ങൾക്ക് ഇടയിൽ കർത്താവ് നിന്നുകൊണ്ട് അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നായ നടിച്ചുവറിനെ ഇടിച്ചു കളഞ്ഞിട്ട് രണ്ടിനെയും ഒന്നാക്കി തീർത്തു. അങ്ങനെ ഈ പ്രഭാതത്തിൽ നാമും ക്രിസ്തുയേശുവിൽ കൂടെ അബ്രഹാമിൻ്റെ സന്തതികളായി ഈ വാഗ്ദത്തത്തിന് അവകാശികളാക്കി ദൈവം നമ്മെ മാറ്റിയ ദൈവത്തിൻ്റെ വലിയ സ്നേഹത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് നമ്മുടെ മധ്യത്തിൽ നിന്നും മാറിയാൽ ഈ വചനത്തിൽ നമുക്ക് വലിയ അവകാശങ്ങളൊന്നുമില്ല. അക്ഷരികമായി നമുക്കിതിന്മേൽ യാതൊരു അവകാശബോധവും നമുക്ക് വളർത്തുവാൻ കഴിയുകയില്ല. എന്നാൽ നാം ആത്മാവിൽ കൂടെ ക്രിസ്തുവിൽ കൂടെ ഈ തിരുവചനത്തെ നാം നമ്മുടെ വചനമായി നമുക്ക് അവകാശമുള്ളതാക്കി നമുക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും അവകാശമുള്ളതെന്ന് ഏറ്റുപറയുമ്പോൾ വിശ്വാസത്തിൻ്റെ പ്രവൃത്തികൾ അവിടെ സംജാതമാകും. അപ്പോസ്തലന്മാർ നിന്നുകൊണ്ട് യഹൂദന്മാരോടും ജാതികളോടും വിളിച്ചു പറഞ്ഞ ഒരു വചനമുണ്ട്. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കുമുള്ളതല്ലോ. ഒരു കാലത്ത് ദൂരസ്ഥരായിരുന്ന നമുക്ക് ഇതാ ക്രിസ്തുയേശുവിൽ കൂടെ ഈ വചനത്തിന് നാം അവകാശികളായി തീർന്നിരിക്കുന്നു. നമുക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന ഒരായുധവും ഫലിക്കുകയില്ല. വാഗ്ദത്തമാണ്. മുറുകെ പിടിക്കുവാൻ അവകാശമുള്ള ഒരു സംരക്ഷണ ബോധം തരുന്ന, സമാധാനം തരുന്ന, നല്ല ഉറക്കം തരുന്ന, സ്വസ്ഥത തരുന്നതായ ഒരു വചനം. എന്നാൽ ഈ വചനത്തെ നാം സ്വസ്ഥതയുള്ളത്, അവകാശമുള്ളത് എന്നൊക്കെ നാം അഭിമാനിക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ കർത്താവ് പറഞ്ഞത് നാം മനസ്സിലാക്കുവാൻ ഈ പ്രഭാതം നമ്മെ സഹായിക്കുമാറാകട്ടെ. എന്താണത്? ദൈവം പറയുകയാണ്, 16 വാക്യത്തിൽ ദൈവം പറയുന്നു, നോക്കൂ, തീക്കനൽ ഊതി പണി ചെയ്ത് ഓരോ ആയുധം തീർക്കുന്ന കൊല്ലനെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നു. നശിപ്പിക്കുവാൻ സംഹാരകനെയും ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നു. ദൈവം 2 കാര്യം ഓൾറെഡി സൃഷ്ടിച്ചു വച്ചിരിക്കുകയാണ്. മൂർച്ചയുള്ള ആയുധങ്ങൾ ഉണ്ടാക്കുവാൻ, നല്ല ഫലിക്കുന്ന ആയുധങ്ങൾ ഉണ്ടാക്കുവാൻ, ബുദ്ധിയും ജ്ഞാനവുമുള്ള കൊല്ലന്മാരെ, എൻജിനീയേഴ്സിനെ ദൈവം സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. അതിനുശേഷം കൊല്ലുവാനും സംഹരിക്കുവാനും നശിപ്പിക്കുവാനും വിരുദ്ധന്മാരായിട്ടുള്ളതായ ഒരു കൂട്ടം മനുഷ്യരെ ദൈവം സൃഷ്ടിച്ചു വച്ചിരിക്കുകയാണ്. ഇങ്ങനെ 2 സൃഷ്ടികൾ ദൈവം ചെയ്തിരിക്കെ അതിൻ്റെ മധ്യത്തിൽ നിന്നും കൊണ്ട് ഭയത്തോടെ ദൈവത്തിൻ്റെ വാഗ്ദത്തം അവകാശമാക്കുവാൻ ദൈവജനത്തോട് ദൈവം കൊടുക്കുന്ന ആ വാഗ്ദത്തം, ഇങ്ങനെയൊക്കെ ഞാൻ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിലും നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കുകയില്ല എന്ന് ദൈവം ഒരു പ്രത്യാശയുടെ വാക്ക്. ദൈവത്തിൻ്റെ ജനമായിരിക്കുന്നിടത്തോളം കാലം ഈ വാഗ്ദത്തത്തിന് നാം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ആയുധങ്ങളുടെ മധ്യത്തിൽ അവകാശം ഉന്നയിച്ച് പ്രാർത്ഥിക്കണം. ദൈവസന്നിധിയിൽ അവകാശപ്പെടുവാൻ ദൈവം വച്ചിരിക്കുന്നതായ വലിയ ഒരു മർമ്മപ്രധാനമായ ഒരു കാര്യം. ധാരാളം ആയുധങ്ങൾ ദൈവം കൽപ്പിച്ചിട്ട് ഉണ്ടാക്കുന്നു. ആ ആയുധങ്ങൾ ഉണ്ടാക്കുവാൻ ദൈവം അനേക കൊല്ലന്മാരെയും എൻജിനീയേഴ്സിനെയും ഫാക്ടറികളും ദൈവം സൃഷ്ടിച്ചു വച്ചിരിക്കുന്നു. കൊന്നൊടുക്കുവാൻ ബിരുദന്മാരെ ദൈവം സൃഷ്ടിച്ചു വച്ചിരിക്കുന്നു. അതിൻ്റെ മധ്യത്തിലാണ് ദൈവം തൻ്റെ ജനത്തിന് വേണ്ടി അത്ഭുതമാർന്ന ഒരു പ്രത്യാശ നൽകുന്നത്. ഈ ആയുധങ്ങളൊന്നും നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്നതാണെങ്കിൽ അത് മൂർച്ച കാണുകയില്ല, ഫലം കാണുകയില്ല. അതിന് തൊട്ട് മുമ്പുള്ളതായ 2-3 കാര്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കിയിരിക്കണം. എങ്കിൽ മാത്രമേ ഈ വചനത്തിന്മേലുള്ളതായ ഒരു അവകാശബോധം നമ്മുടെ ആത്മാവ് ഉൾക്കൊള്ളുകയുള്ളൂ. കർത്താവ് ദൈവം
ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു, നിങ്ങൾ നീതിയിൽ സ്ഥിരപ്പെടുന്നവരാണെങ്കിൽ ഭീഷണിയെ ഭയപ്പെടേണ്ടതില്ല. യുദ്ധം വന്നാലും നിനക്കൊന്നും പേടിക്കാനില്ല. ഞാൻ നിനക്ക് സഹായകനായിരിക്കും. ഞാൻ നിന്നെ സൂക്ഷിക്കും. ഞാൻ നിന്നെ സംരക്ഷിക്കും. ഞാൻ നിനക്ക് വേണ്ടതെല്ലാം തരും. അതിനുശേഷം 15-ാം വാക്യത്തിൽ ദൈവം വലിയ മഹത്വകരമായ ഒരു മർമ്മം പറയുന്നുണ്ട്. എന്താണെന്നറിയാമോ? അത് നമുക്കൊന്ന് നോക്കാം. അതിൻ്റെ 15-ാം വാക്യത്തിൽ, ഒരുത്തൻ നിന്നോട് കലശൽ കൂടുന്നുണ്ടെങ്കിൽ അത് എൻ്റെ ഹിതപ്രകാരമല്ല. നോക്കൂ, ദൈവത്തിൻ്റെ ഹിതപ്രകാരമല്ല എന്ന് പറയുന്ന ഒരു സ്ഥാനത്ത് ദൈവത്തിൻ്റെ ഹിതപ്രകാരം കൊല്ലന്മാരെ സൃഷ്ടിച്ചിരിക്കുന്നു, ആയുധങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നു, സംഹാരകന്മാരെ സൃഷ്ടിച്ചിരിക്കുന്നു. അതിനുശേഷം ദൈവം പറയുകയാണ്, ഒരുത്തൻ നിന്നോട് വന്ന് കലശൽ കൂടുകയാണെങ്കിൽ അത് എൻ്റെ ഹിതപ്രകാരമല്ല, ഞാൻ ഉണ്ടാക്കുന്ന കലശലല്ല. അപ്പോൾ ഞാൻ ഉണ്ടാക്കാത്ത കലശലുകളെ, ബഹളങ്ങളെ, വഴക്കുകളെ, അല്ലെങ്കിൽ ആ ഒരു ദുർഘടമായ പാതകളെ നീയായിട്ട് സൃഷ്ടിക്കരുത്. സൃഷ്ടിച്ചാൽ നിന്റെ നിമിത്തം അവർ വീഴും. എന്ന് പറഞ്ഞാൽ, നീ നീതിയിൽ സ്ഥിരപ്പെട്ടിരിക്കുന്നവനാണെങ്കിൽ ഞാൻ നിനക്ക് വേണ്ടി കൽപ്പിച്ചിരിക്കുന്നതായ സംരക്ഷണം, ആ അവകാശം നിന്നിൽ പ്രാബല്യത്തിൽ വരും. നീ നിമിത്തം അവർ വീഴും. ദൈവം നിനക്ക് വേണ്ടി ഒരു കലശൽ കൊണ്ടുവരുന്നില്ല, വഴക്ക് കൊണ്ടുവരുന്നില്ല. നീയായിട്ട് സൃഷ്ടിക്കരുത്. നീയായിട്ട് ആ ആയുധങ്ങളൊക്കെയും നിൻ്റെ മേൽ പ്രയോഗിക്കുവാൻ നീ നിർബന്ധിച്ച് അങ്ങോട്ട് വഴക്കിന് കയറി ചെല്ലരുത്. അതാണ് ദൈവത്തിൻ്റെ സന്ദേശം. കർത്താവ് പറയുകയാണ്, നോക്കൂ ജനമേ, എൻ്റെ മക്കളെ, ഞാൻ സൃഷ്ടിച്ച് കൊല്ലന്മാരെയും ആയുധങ്ങൾ സൃഷ്ടിക്കുന്ന ഫാക്ടറികളും അവിടെ ഇവിടെ ആയിട്ട് ധാരാളം ഓർഡിനൻസ് ഫാക്ടറികളെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെങ്കിൽ അതൊന്നും നിന്നെ കൊന്നൊടുക്കുവാനുള്ള, സംഹരിക്കുവാനുള്ളതല്ല. അതെല്ലാം ഞാൻ എൻ്റെ നിയമപ്രകാരം ഈ ഭൂമിയിൽ ഉണ്ടാക്കുന്ന അനേക ദൈവത്തിൻ്റെ പദ്ധതികളാണ്. എന്നാൽ അതിനെയൊന്നും നിൻ്റെ ഭവനത്തിലേക്ക് കൊണ്ടുവരരുത്. അക്ഷരികമായിട്ടുള്ള യുദ്ധത്തെയോ അക്ഷരികമായിട്ടുള്ളതായ അല്ലെങ്കിൽ കലശലുകളെക്കുറിച്ചോ അല്ല ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുക. ഒരാത്മവീര്യം നമ്മളിൽ കടന്നു വരണമെങ്കിൽ ആത്മാവിൻ്റെ വെളിച്ചത്തിൽ ആത്മീകമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ളതായ ഒരു വിവക്ഷണമായിരിക്കണം ഈ വചനത്തിൻ്റെ പിന്നിൽ നമ്മിൽ സൃഷ്ടിക്കപ്പെടേണ്ടത്. ദൈവത്തിന് സ്തോത്രം. ദൈവം നമ്മോട് ചെയ്യുന്നതായ വാഗ്ദത്തം, നീ നീതിയിൽ സ്ഥിരപ്പെടുന്നവനാണെങ്കിൽ, നീ നീതിയിൽ സ്ഥിരതയോടെ നിൽക്കുന്നവനാണെങ്കിൽ, നീതി വിട്ട് നീ അനീതിക്ക് കൂട്ടു നിൽക്കാത്തവനാണെങ്കിൽ, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് പറയുകയാണ്, വാഗ്ദത്തം പറയുകയാണ്, നിനക്കെതിരായി ഉണ്ടാക്കുന്നതായ, ഇതുവരെയും ഉണ്ടാക്കിയിട്ടുള്ള ആയുധങ്ങളല്ല, ഇനിയും ഉണ്ടാക്കുന്നതായ എല്ലാ ആയുധങ്ങൾ, ഏതെങ്കിലും ആയുധങ്ങൾ നിനക്ക് എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ജനത്തിനെന്നും പറഞ്ഞ് സൃഷ്ടിക്കപ്പെടുന്ന ആയുധങ്ങളുടെ എല്ലാം മൂർച്ചകളെ മാറ്റുവാൻ, അതിൻ്റെ ഫലവത്തുകളെ ദൈവം മാറ്റിമറിക്കുവാൻ സർവശക്തനായ ദൈവം നിൻ്റെ കയ്യിൽ അവകാശമായി ഒരു വാഗ്ദത്തം തന്നിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. എന്തിനു വേണ്ടി? നീ സംരക്ഷിക്കപ്പെടുവാൻ. ആർക്ക് വേണ്ടി? ദൈവജനത്തിന് വേണ്ടി. പക്ഷെങ്കിൽ എങ്ങനെ ആയിരുന്നാൽ അതിനെ അവകാശമാക്കാം? നമ്മളുടെ ഭാഗത്ത് നീതി ഉണ്ടായിരിക്കണം. നീതിക്കായി നിൽക്കുന്നവനെങ്കിൽ അങ്ങനെയുള്ള ജനത്തിന് ഈ പ്രഭാതത്തിൽ ദൈവവചനത്തിന് മുൻപിൽ ഒരു അവകാശമുണ്ട്. എന്താണെന്നറിയാമോ? അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ. യഹോവയെക്കുറിച്ച്, അവനെൻ്റെ സംരക്ഷകൻ, അവനെൻ്റെ പാറ, അവനെന്നെ സൂക്ഷിക്കുന്നവൻ, അവനെൻ്റെ പരിപാലകൻ, ഉറങ്ങാത്തവൻ, മയങ്ങാത്തവൻ, അവനെപ്പോഴും എന്നെ സൂക്ഷിക്കുന്നു. എന്നെ മാത്രമല്ല, എൻ്റെ കുഞ്ഞുങ്ങളെയും എൻ്റെ തലമുറകളെയും എൻ്റെ വംശത്തെയും എൻ്റെ സഹോദരങ്ങളെയും എനിക്കുള്ളവരെ എല്ലാം ദൈവം സൂക്ഷിപ്പാൻ ശക്തനാണ്. ഒരു പ്രാവശ്യം കൂടെ ഈ പ്രഭാതത്തിൽ ക്രിസ്തുയേശുവിൽ കൂടെ നമുക്ക് അവകാശമാക്കി തന്ന ആ വചനത്തെ, വാഗ്ദത്തത്തെ നമുക്കൊന്ന് വായിക്കാം. യെശയ്യാ പ്രവചനം 54-ാം അധ്യായത്തിന് 17-ാം വാക്യം, നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ആയുധങ്ങൾ യാതൊന്നും ഫലം കാണുകയില്ല, ഫലിക്കുകയില്ല, മൂർച്ചയുണ്ടാകുകയില്ല. നീ നീതിക്കായി നിലനിൽക്കുന്നവനെങ്കിൽ, നീതിയിൽ സ്ഥിരപ്പെടുന്നവനെങ്കിൽ, ദൈവം അരുളിച്ചതായ വാഗ്ദത്തങ്ങൾക്ക് അവകാശിയായി ദൈവം നിന്നെ മാറ്റും. നിനക്കും നിൻ്റെ കുടുംബത്തിനും നിൻ്റെ കുഞ്ഞുങ്ങൾക്കും തലമുറകൾക്കും ദൈവത്തിൻ്റെ സംരക്ഷണ ബോധം ക്രിസ്തുയേശുവിൽ കൂടെ ഈ പ്രഭാതത്തിൽ വീണ്ടും നമുക്കായി വാഗ്ദാനം ചെയ്യുന്നു. അതിനെ അവകാശമാക്കുവാനുള്ളതായ ഒരു ഭാഗ്യം നമുക്ക് ദൈവം നൽകുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.